എപ്പോഴും അത് കാണാൻ പറ്റത്തില്ല. ശരിക്കും പറഞ്ഞാലേ അമ്പിളിയമ്മാവനാ മേളിലോട്ട് പൊങ്ങുന്നതെന്ന് നമുക്ക് തോന്നും അല്ലേ? പക്ഷെ ശരിക്കും പറഞ്ഞാൽ മേഘമാണ് നീങ്ങിപ്പോകുന്നത്. അമ്പിളിയമ്മാവൻ അവിടെ നിൽക്കുക. കാണാം, അമ്മയ്ക്ക് കാണാമത്. ആ കണ്ടോ, അത് നമ്മൾ ഇത്രയും നേരത്തെ വന്നോണ്ടാണ്. ഞാനിപ്പം 8:30 ആകുമ്പോഴാണ് വരുന്നതെങ്കിൽ ഇതിനെ കാണാൻ പറ്റത്തില്ല. കണ്ടോ, അമ്പിളി അമ്മാവ എന്ന് പറഞ്ഞാൽ ശരിക്കുള്ള അമ്പിളി അമ്മാവന്. മേഘം വന്ന് വയ്യ അങ്ങ് മൂടും. കണ്ടോ, ഇതുപോലെ ശ്രീകൃഷ്ണൻ അന്ന് മറച്ചാന്നാണ് പറയുന്നത് സൂര്യന്. അപ്പോൾ ഇരുട്ട് സന്ധ്യ ആയതുപോലെ തോന്നി അന്നേരമേ. അത് ശ്രീകൃഷ്ണൻ്റെ വിദ്യയായിരുന്നു. അപ്പം മറ്റൊരു വന്ന് സമയമായി എന്നും പറഞ്ഞ ഒരു കൊമ്പും കുഴലും മുഴക്കി. ഈ മുഴക്കി കഴിഞ്ഞാൽ പിന്നെ യുദ്ധം ചെയ്യാനൊക്കത്തില്ല. അല്ലെങ്കിൽ അവർ അർജുനനെ കൊന്നേനെ. അർജുനെ വധിക്കുന്ന സമയത്ത് ശ്രീകൃഷ്ണൻ അങ്ങനെ ഒരു ട്രിക്ക് പ്രയോഗിച്ച. ഈ അന്ന് മേഘമില്ല, ഈ ശ്രീകൃഷ്ണൻ്റെ കയ്യിൽ ചക്രമില്ലേ, ചക്രം ആകാശത്തോട്ട് വിട്ടു. എന്നിട്ട് ആ ചക്രം കൊണ്ട് സൂര്യനെ പതുക്കെ മറച്ചെന്നാണ് പറയുന്നത്. ഈ ചക്രം പോകുന്നതൊന്നും ആൾക്കാർക്ക് കാണത്തില്ലല്ലോ. അങ്ങനെ ശ്രീകൃഷ്ണൻ അങ്ങനെ പഞ്ചപാണ്ഡവന്മാർ ജയിച്ചത്. പക്ഷെ മറ്റൊരു 101 പേരുണ്ടെങ്കിലും അവരുടെ കൂടെ ഭഗവാനില്ലായിരുന്നു. അവർ ഭഗവാന് വലിയ വില കൊടുത്തില്ല. ഇവർ 5 പേരെ ഉള്ളെങ്കിൽ ഇവർ ഭഗവാനെ കൂട്ടുപിടിച്ചത് കൊണ്ട് അവർ രക്ഷപ്പെട്ടു, ജയിച്ചു. അങ്ങനെ ധർമ്മം പുനഃസ്ഥാപിച്ചെന്നാണ് പറയുന്നത്.